നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം ആഭ്യന്തര യുദ്ധത്തിന്റെ അശാന്തിയിലേക്ക് കടന്നിരിക്കുകയാണ് സിറിയ. ഡിസംബറിൽ പ്രസിഡന്റ് ബഷാർ അൽ അസാദിനെ സൈനിക അട്ടിമറിയിലൂടെ പുറത്താക്കിയതോടുകൂടിയാണ് സമാധാനം പുലരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. അസദ് അനുകൂലികളായ അലവി വിഭാഗക്കാരെയാണ് ഹയാത്ത് തഹ്രീർ അൽ ഷാം അതായത് HDS ഭരണകൂടം കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത്. ആരാണ് അലവികൾ? എന്തിനാണ് സിറിയൻ ഭരണകൂടം ഇവരെ ലക്ഷ്യം വെക്കുന്നത്? മറ്റൊരു സുന്നി ഷിയ പോരാട്ടമായി സിറിയയിലെ ആഭ്യന്തര യുദ്ധം മാറിയിരിക്കുകയാണോ? അങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. സിറിയയിലെ ഷിയ വിഭാഗത്തിന്റെ ഉപവിഭാഗമാണ് ഈ അലവി. അലവൈറ്റ് എന്നാണ് അറിയുന്നത്. അലവി എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാനായി ഉപയോഗിക്കുന്നത്. അസദ് കുടുംബം അൽവി വിഭാഗക്കാരാണ്. സുന്നി ഭൂരിപക്ഷ ജനസംഖ്യയുള്ള സിറിയയിൽ അസദിന്റെ നട്ടലായിരുന്നു ഒരു കാലത്ത് ഈ അൽവികൾ. ഒരു കാലത്ത് ഈ അലവികൾ. അസദിനെ സൈന്യം അട്ടിമറിയിലൂടെ പുറത്താക്കിയതിനു പിന്നാലെയാണ് HDS ഭരണകൂടത്തിന്റെ കണ്ണിലെ കരടായി അലവികൾ മാറിയത്. ഇതോടെ സുരക്ഷാ സേനയും അസദ് വിശ്വസ്തരായ അലവികളും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. പോരാട്ടം ഒടുവിൽ അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിലേക്ക് വഴിമാറുകയായിരുന്നു. അസദിന്റെ ജന്മനഗരമായ ഗ്വർദയും സമീപത്തെ അൽവി ഗ്രാമങ്ങളും ഇപ്പോഴും സിറിയൻ ഭരണകൂടത്തിന്റെ നിയന്ത്രണത്തിൽ അല്ല എന്നുള്ളതാണ് വാസ്തവം. സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയായ ലത്താഗിയ, ടാർഡസ് പോലെയുള്ള നഗരങ്ങളിലാണ് അലവി വിഭാഗക്കാർ കൂടുതലായി താമസിക്കുന്നത്. ഇവിടെ നൂറുകണക്കിന് സാധാരണക്കാരായ അലവികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനകളുടെ നിഗമനം. അസദിന്റെ ഭരണത്തിന് കീഴിൽ അലവി വിഭാഗക്കാർക്ക് മുൻഗണന ലഭിച്ചിരുന്നു. എന്നാൽ അസദ് വിമതരായ HDS അധികാരം പിടിച്ചെടുത്തതോടുകൂടി അലവികൾ രാജ്യത്തിന്റെ ആഭ്യന്തര ശത്രുക്കളായി മാറിയിരിക്കുകയാണ്. അസദിന്റെ ഭരണകാലത്ത് റഷ്യ, ഇറാൻ എന്നിവരുമായി മികച്ച ബന്ധം അലവികൾക്ക് ഉണ്ടായിരുന്നു. എന്നാൽ HDS അധികാരം പിടിച്ചെടുത്തതോടുകൂടി ഈ ബന്ധത്തിൽ വിള്ളൽ വന്നു. ഇതോടെ അലവികളെ ലക്ഷ്യമിട്ട് ഒട്ടേറെ ഭീകര സംഘടനകളും രംഗത്തെത്തി. UK ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം 3 ദിവസത്തെ ഏറ്റുമുട്ടലിനിടെ സാധാരണക്കാരായ അലവികൾ ഉൾപ്പെടെ സിറിയയിൽ ഇതിനോടകം തന്നെ 1000-ലധികം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 125 പേർ സിറിയൻ സുരക്ഷാ സേന അംഗങ്ങളാണ്. 2013 അസദ് സൈന്യം നടത്തിയ രാസായുധ ആക്രമണത്തിൽ ഡമാസ്കസിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഏകദേശം 1400 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന മരണനിരക്കാണ് ഇപ്പോഴത്തെ ആഭ്യന്തര യുദ്ധം വഴിവെച്ചിരിക്കുന്നത് എന്നും സിറിയൻ ഒബ്സർവേറ്ററി മേധാവി റാമി അബ്ദുൾ റഹ്മാൻ പറയുകയാണ്. അസദിനെ പുറത്താക്കിയതിന് പിന്നാലെ അധികാരത്തിലെത്തിയ HDS സർക്കാരിന് നേതൃത്വം നൽകുന്നത് സുന്നി വിഭാഗമാണ്. അഹമ്മദ് അൽ ഷെറായാണ് ഇടക്കാല പ്രസിഡന്റ്. അസദ് സ്ഥാനപ്രതിഷ്ഠനാക്കപ്പെട്ടതിന് പിന്നാലെ അലവികൾക്കെതിരെ ആക്രമണം ശക്തമായിരുന്നു. എല്ലാ സമുദായങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം സിറിയയിൽ കെട്ടിപ്പടുത്താം എന്നായിരുന്നു ഇടക്കാല പ്രസിഡന്റിന്റെ ഉറപ്പ്. എങ്കിലും അലവികൾക്കെതിരെ ആക്രമണങ്ങൾ തുടരുകയായിരുന്നു. അലവികളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് തുർക്കിയുടെ പിന്തുണയുള്ള സായുധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് സിറിയൻ കുർദിഷ് വിഭാഗം ആരോപിക്കുന്നത്. തുർക്കിയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിഭാഗമാണ് സിറിയൻ കുർദിഷ് സായുധ സംഘം. ഈ ആരോപണങ്ങളോട് തുർക്കി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. അലവി ഭൂരിപക്ഷ ഗ്രാമത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നുള്ള സംഘർഷത്തിലേക്കും ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കൊലയിലേക്കും വഴിവെച്ചത് എന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇരു വിഭാഗവും നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു സ്വതന്ത്ര സമിതി രൂപീകരിക്കണമെന്നാണ് സിറിയൻ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷറയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അതിനിടെ അസദിന്റെ ജന്മനാടായ ഗർദാഹയുടെ നിയന്ത്രണം അലവി സായുധ സംഘം പിടിച്ചെടുത്തെന്നും സുരക്ഷാ സേനയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ടെന്നുമാണ് റിപ്പോർട്ട്. സുരക്ഷാ സേന പ്രദേശത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചുവെന്നും കലാപകാരികളെ തുരത്തുമെന്നുമാണ് പ്രതിരോധ മന്ത്രാലയ വക്താവ് കേണൽ ഹസൻ അബ്ദുൽ ഖാനി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിമതരോട് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം സുരക്ഷാ സേനയും അലവികളും തമ്മിൽ സംഘർഷം തുടരുന്ന മേഖലകളിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായും സൈനിക വൃത്തങ്ങൾ പറയുന്നു. കൂട്ടക്കൊല നടക്കുന്ന ലറ്റാക്കിയ നഗരത്തിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. റോഡരികിൽ വെടിയേറ്റ് ആളുകളുടെ മൃതദേഹങ്ങൾ നിരത്തിയിട്ടിരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇത് കൊല്ലപ്പെട്ട അലവി വിഭാഗത്തിൽപ്പെട്ടവരുടേത് ആണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്.
സിറിയയിലെ സംഘർഷം ഐക്യം പുനഃസ്ഥാപിക്കുവാനുള്ള നടപടികൾക്ക് തിരിച്ചടിയെന്നാണ് തുർക്കിയുടെ അഭിപ്രായം. ഇതോടെ സിറിയയിൽ സമാധാനം തിരികെ എത്താൻ ഇനിയും സമയമെടുക്കുമെന്ന ലോകത്തിന്റെ ആശങ്ക ശക്തവുമാണ്. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന മറ്റൊരു വാർത്ത കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അശാന്തിയുടെ വാർത്തകൾ വരുമ്പോൾ ഇത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. മനുഷ്യകുലത്തിന് ഏറ്റവും വലിയ ഭീഷണി ആണവായുധങ്ങളാണെന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്നത് ആ കീരാത്ത ആയുധങ്ങളുടെ ഉപയോഗം ഒരുപക്ഷെ ലോകാവസാനത്തിന് കാരണമായേക്കും എന്നാണ്. ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആണവായുധ ശേഖരണത്തിന്റെ നിയന്ത്രണമുള്ള ട്രംപ് ഫോക്കസ് ന്യൂസിൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര ഭീകരമായിരിക്കും ആണവായുധങ്ങൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉപയോഗിച്ചാൽ ലോകം തന്നെ ഇല്ലാതായേക്കാവുന്ന ഒന്നിനായി ഇത്രയധികം പണം മുടക്കുക എന്നത് ഖേദകരമായ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആണവായുധങ്ങൾ ഉയർത്തുന്ന ഭീഷണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം ഉയർത്തുന്ന ഭീഷണി ഒന്നുമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് വ്യക്തമായില്ല എങ്കിലും ലോകത്തിലെ ആണവായുധ ശേഖരം കുറയ്ക്കണമെന്നാണ് ആഗ്രഹമെന്ന സൂചനയാണ് ട്രംപ് നൽകിയത്. ആണവായുധം നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായും ചൈനയുമായും ചർച്ചകൾക്ക് പുനരാരംഭം നടത്താൻ തയ്യാറാവുകയാണ് ട്രംപ്. പുതിയ ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ കാരണം ഒന്നുമില്ല എന്നും ഇപ്പോൾ തന്നെ അവ ആവശ്യത്തിലധികം ഉണ്ടെന്നും അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ തന്നെ ലോകത്തെ 50-100 തവണ നശിപ്പിക്കാൻ കെൽപ്പുള്ള ആണവായുധങ്ങൾ ലോകത്തുണ്ടെന്നും ഇനി അവയ്ക്കായി പണം ചെലവഴിക്കേണ്ട കാര്യം ഇല്ല എന്നുമാണ്, അത് കൂടുതൽ പ്രയോജനകരമായ കാര്യങ്ങൾക്കായി ചെലവഴിക്കണമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിലവിൽ 5177 ആണവ പോർമുനകളാണ് അമേരിക്കയുടെ പക്കലുള്ളത്. അതിൽ 1477 എണ്ണം നിർവീര്യമാക്കാൻ പോവുകയാണ്. ശീതയുദ്ധം അതിന്റെ മൂർധന്യത്തിൽ ഉണ്ടായിരുന്ന 1960കളിൽ അമേരിക്കയുടെ പക്കൽ 31,252ഓളം പോർമുനകളായിരുന്നു ഉണ്ടായിരുന്നത്. സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ഇവ നിർവീര്യമാക്കാൻ തുടങ്ങിയെങ്കിലും 2000കളിൽ ഈ പ്രക്രിയ മന്ദഗതിയിലായി. നിലവിൽ റഷ്യയിലാണ് ഏറ്റവും അധികം ആണവ പോർമുനകൾ ഉള്ളത്, 5600. ഇക്കാര്യത്തിൽ 3-ാം സ്ഥാനത്തുള്ള ചൈനയുടെ പക്കൽ 350 പോർമുനകളാണ് ഉള്ളത്. അതിനിടെ യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലായി ആണവ ആയുധങ്ങളിലേക്ക് തിരയുകയാണ്. തങ്ങളുടെ ആണവായുധ ശേഖരം തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് നൽകാൻ തയ്യാറാണെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ചത്. അതേസമയം നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പോളണ്ടിന്റെ ട്രോൺ ഡസ്കും ആണവായുധങ്ങൾ തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇക്കാര്യം ഫ്രാൻസുമായി ഗൗരവപൂർവ്വം ചർച്ച ചെയ്യും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആണവായുധവുമായി ബന്ധപ്പെട്ട് ഫ്രാൻസുമായും ബ്രിട്ടനുമായും ചർച്ചകൾ നടത്തുമെന്ന് നിയുക്ത ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ലോകത്തെ നശിപ്പിക്കാൻ പലരും ശ്രമിക്കുമ്പോഴും ലോകത്തെ തിന്മയിൽ നിന്നും നന്മയിലേക്ക് നയിക്കാൻ ആരാണ് ശ്രമിക്കുന്നത് എന്ന ചോദ്യവും കൂടി ഇവിടെ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വരികയാണ്.